ശക്തമായ വെള്ളപ്പാച്ചിലിൽ കീഴ്പുള്ളിക്കരയിലെ മുനയം ബണ്ട് തകർന്നു. താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട പ്രദേശത്ത് തീരം ഇടിയുന്നു. 8 കുടുംബങ്ങൾ ഭീതിയിൽ. കാട്ടൂർ താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് മുനയം ബണ്ട്. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ തടയണ തീർത്ത് കനോലിക്കനാലിൽ നിന്നുള്ള ഉപ്പുവെള്ളം തിരികെ വരാതെ നോക്കാനുള്ള സംവിധാനമാണിത്. ഉപ്പുവെള്ളം തിരികെ കയറി സമീപ പ്രദേശങ്ങളിലെ കൃഷിക്കും ഗാർഹിക ആവശ്യത്തിനായുള്ള വെള്ളത്തിനും ദോഷമില്ലാതെ ഇരിക്കാനാണ് വർഷം തോറും 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് താൽക്കാലിക തടയണ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്നത്. അന്തിക്കാട്, താന്യം, ചാവൂർ പഞ്ചായത്തുകളിലേക്കും ഗുരുവായൂർ അമൃത പദ്ധതിയിലേക്കുമുള്ള ശുദ്ധജല വിതരണത്തിനായും വെള്ളം എത്തിക്കുന്നത് കരുവന്നൂർ പുഴയിൽ നിന്നാണ്. മുളയും ചാക്കും മണ്ണും ചേർത്തുള്ള നിർമ്മിതിയിൽ അഴിമതി ഉണ്ടെന്നുള്ളത് സ്ഥിരം പരാതിയാണ്. ഓരോ സീസൺ കഴിയുമ്പോഴും ഉപയോഗിച്ച മണ്ണ് ഇവിടെ നിന്ന് മാറ്റുന്നത് പലരുടെയും കീശ നിറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പരക്കെയുള്ള ആരോപണം. കാലവർഷമായപ്പോൾ നിറഞ്ഞു തേട്ടുകയും ഇന്നലെ മുതൽ കെട്ടിന് മുകളിൽ കൂടെ ഓവർഫ്ലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമീപവാസികൾ കോൺട്രാക്ടറെയും എയെ വിളിച്ചറിയിക്കുകയും ചെയ്തു. വളരെ നിരുത്തരവാദപരമായിട്ടാണ് കോൺട്രാക്ടറും ഡിപ്പാർട്ട്മെൻറ്റും പെരുമാറുന്നത്. ഇന്നലെ 3 മണി മുതൽ കെട്ടിന് മുകളിൽ കൂടെ വെള്ളം പോയിട്ടും വെറും ഒരാളെ നിർത്തി കുത്താമ്പാറ കൊണ്ട് മുകളിലെ മണ്ണ് നീക്കി ആ ബണ്ടിൻ്റെ ചെരിഞ്ഞ ഭാഗമായ പടിഞ്ഞാറ് വശത്ത് കൂടി വെള്ളം ഒഴുക്കി വിട്ടതിന് ഫലമായിട്ടാണ് ഇന്ന് കെട്ട് തള്ളി ഈ സൈഡ് മുഴുവൻ തള്ളിപ്പോയത്. ഏകദേശം 10-12 സെൻറ്റ് സ്ഥലം ഇന്ന് ഒലിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോഴും വീട്ടുകാർ ഭീഷണിയിലാണ്. ഈ സമയമായിട്ടും JCB കൊണ്ടുവരികയോ മണ്ണ് നീക്കി വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് നടത്തുന്നതിന് വേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല. ഇത്തവണ പുതിയ ബണ്ട് പണിത ശേഷം അധിക ജലം വരുമ്പോൾ വെള്ളം ഒഴുകി പോകുന്നതിനായി വേണ്ട സംവിധാനങ്ങളും ഒപ്പം ഒരു കാവൽക്കാരനെയും ഏർപ്പാടാക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തവണ അത്തരം കാര്യങ്ങൾ ഇറിഗേഷൻ വകുപ്പ് ചെയ്തില്ല എന്ന് മാത്രമല്ല, നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടും തകരാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തില്ലെന്നും പറയുന്നു. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞ് വലിയ രീതിയിൽ വെള്ളം എത്തിയപ്പോൾ ബണ്ട് തകർന്ന് വെള്ളം കനോലിക്കനാലിലേക്ക് പ്രവഹിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്തുള്ള 8 കുടുംബങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. വെള്ളം കുത്തിയൊലിച്ച് പോയി തുടങ്ങിയത് മുതൽ ഇവർ താമസിക്കുന്ന പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നതും ബണ്ട് തകർച്ചയ്ക്ക് കാരണമായി എന്ന് പറയുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.